നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. ഞാൻ ആദ്യം തന്നെ ബീഫിനെ ഉപ്പും മഞ്ഞളും മുളകും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടി ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 6 സവാള നുറുക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം കടുകും ഉണക്കമുളകും പൊട്ടിച്ച് കരിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് ഈ 6 സവാള അതിനകത്തിട്ട് നന്നായിട്ട് നല്ല മൊരിയെ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 6 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാവേ. തന്നെയല്ല, ഇനി കുരുമുളക് പൊടി അതിനകത്തേക്ക് ചേർക്കാനുള്ളത് കൊണ്ട് മുളക് പൊടി സൂക്ഷിച്ച് നോക്കി അവനവൻ്റെ എരിവിന് ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കണം. അപ്പോൾ നമുക്കത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കരിഞ്ഞു പോകാതെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ആഡ് ചെയ്യാം. ഈ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് നല്ലോണം ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു 3-4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ബീഫ് ഒരു 3 കിലോയിൽ കൂടുതലുണ്ട്. അപ്പോൾ 4 സ്പൂണിൽ കുറവാണെങ്കിലേ ഉള്ളൂ. എരിവ് വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ നമ്മളത് 3 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർക്കാൻ. അത് ഗരം മസാല ഞാൻ തനിയെ പൊടിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പെരുംജീരകം കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് പെരുംജീരകവും ഗരം മസാലയും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് നമുക്ക് സ്വാദും നമുക്ക് കൂടുതൽ കിട്ടും. അത് കാരണം അത് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒരു ശകലം ബാക്കി വെച്ചിരുന്നു. അത് ഞാൻ പിന്നീട് അതും കൂടി ആഡ് ചെയ്തു. കാരണം അത് കുറവായിപ്പോയി എന്ന് തോന്നിയത് കൊണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയും കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഓക്കെ, ബൈ.